വണ്ടികളിലൊക്കെ അത്യാവശ്യം ആളായിട്ട് പോയിരുന്ന വണ്ടിയൊക്കെ കാലിയടിച്ചിട്ട് പോകും ചില റൂട്ടുകളിൽ. ഈ പ്രിയദർശിനി കാത്തു നിന്നിട്ട് സ്ത്രീകളിപ്പോൾ യാത്രക്കാർ ഇപ്പോഴാണ് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത്. ഇത് ബാധിക്കും. നമുക്ക് മുതലാളിക്ക് എന്തെങ്കിലും കൊണ്ടുവരുത്താലേ നമുക്ക് തൊഴിലാളികൾക്ക് ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇത് കൊണ്ടുനടക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായി പ്രിയദർശിനി പദ്ധതി വിജയകരമായി മുന്നേറുന്നതിനിടെ സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയുടെ തീരത്താണ്. ആശങ്കയിലാണ് ബസ് തൊഴിലാളി കുടുംബങ്ങളും. പല പ്രധാന കേന്ദ്രങ്ങളിലും കളക്ഷൻ കുത്തനെ കുറഞ്ഞതോടെ ബസ് ഉടമകളും പ്രതിസന്ധിയിലായി. മുൻപ് സ്ഥിരം യാത്ര ചെയ്തിരുന്ന വനിതകൾ സൗജന്യ യാത്ര KSRTCയിൽ ലഭിച്ചതോടെ കൂട്ടത്തോടെ KSRTC ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്നത് തങ്ങൾക്ക് തിരിച്ചടിയായെന്ന് ജീവനക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നു. പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിലും KSRTC ബസ്സിനെ കാത്തുനിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കോവിഡിന് മുമ്പ് സംസ്ഥാനത്തുടനീളം ഏകദേശം 30,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നത് പിന്നീടുള്ള പ്രതിസന്ധികളിൽ 7,000-ൽ താഴെയായി ചുരുങ്ങി. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പേർ ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങാൻ സാധ്യതയുണ്ടെന്നും തൊഴിലാളി സംഘടനാ നേതാക്കളും പറയുന്നു. തൊഴിലാളികളും വിവിധ ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെ ബസ്സുകളിൽ കയറുന്ന രാവിലെയും വൈകിട്ടുമുള്ള കുറച്ച് മണിക്കൂറുകളാണ് നേരത്തെയുള്ള ബസ്സുകളിലെ പ്രധാന വരുമാന സമയമുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി ദയനീയമാണ്. ഡീസൽ, അറ്റകുറ്റപ്പണികൾ, ബസ് ജീവനക്കാർക്കുള്ള വരുമാനം എന്നിവയ്ക്ക് പോലും കളക്ഷൻ തുക തികയാത്ത അവസ്ഥയാണുള്ളത്. വിഷയം ചൂണ്ടിക്കാണിച്ചും പ്രതിഷേധമറിയിച്ചും നിരവധി സ്വകാര്യ ബസ് ഉടമകളും നേരത്തെ രംഗത്തെത്തിയിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ തങ്ങളുടെ ഭാവിയിൽ കരിനിഴൽ വീണു കഴിഞ്ഞതായും ജീവിതം പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്നും വർഷങ്ങളായി ഈ മേഖലയിൽ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന വലിയൊരു വിഭാഗം ബസ് ജീവനക്കാർ വേദനയോടെ പറയുന്നു. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ ഇടപെടൽ നടത്തുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ബസ് തൊഴിലാളി സമൂഹം. ന്യൂസ് ഡെസ്ക് തനിനിറം. യാത്രക്കാർ അത് അരമണിക്കൂറായാലും 1 മണിക്കൂറായാലും അവർ കാത്തു നിന്നിട്ട് പോകും. മറ്റുള്ള വണ്ടികൾ ഇപ്പോൾ ഒരുവിധം ചില വണ്ടികളിലൊക്കെ അത്യാവശ്യം ആളായിട്ട് പോയിരുന്ന വണ്ടിയൊക്കെ കാലിയടിച്ചിട്ട് പോകും ചില റൂട്ടുകളിൽ. ഈ പ്രിയദർശിനി കാത്തു നിന്നിട്ട് സ്ത്രീകളിപ്പോൾ യാത്രക്കാർ ഇപ്പോഴാണ് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നത്. അതായത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് ബാധിക്കും. നമുക്ക് മുതലാളിക്ക് എന്തെങ്കിലും കൊണ്ടുവരുത്താലേ നമുക്ക് തൊഴിലാളികൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ശമ്പളം കുറവും കാര്യങ്ങളും വരും. ഡീസൽ 600-500 വ്യത്യാസം വന്നു. അപ്പോൾ അതിന് മുതലാളിക്ക് ആകാശം കുറയും. അപ്പോൾ നമുക്കിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശമ്പളം എടുക്കാനും കാര്യങ്ങളും പറ്റുള്ളൂ. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഡീസലിൻ്റെ വില കൂടുതലും കാര്യങ്ങളും കാരണം മൊത്തത്തിൽ ആൾ കുറവ് ബുദ്ധിമുട്ടാണ്. പിന്നെ കൂടുതൽ ഡീസൽ വില എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇത് കൊണ്ടുനടക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. വേറെ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമില്ല. ആര് പറഞ്ഞാലും ഒന്നും അനുഭവമില്ല. ഈ മേഖലയിലാണ് ബസ് തൊഴിലാളികൾ, ബസ് ജീവനക്കാർ പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുമ്പോൾ കോവിഡിന് മുന്നേ ഏകദേശം 2,000-3,000 രൂപയൊക്കെ കളക്ഷൻ ആയിരുന്നൊരു ബസ്സിന് ഇത് ഏകദേശം മുതലാളിക്ക് കളക്ഷൻ കൊടുക്കാൻ പറ്റുന്ന പോലും അവസ്ഥയില്ലാതെ, അതുപോലെ തന്നെ ഈ ജീവനക്കാർക്ക് ശമ്പളം പോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്.